അതായത് നമ്മൾ മഹാഭാരതത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ മഹാഭാരതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്, പിന്നീട് ഭീഷ്മരുടെ പാത്രസൃഷ്ടി എന്തിനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കൃഷ്ണനാണ് മഹാഭാരതത്തിലെ നായകൻ. ആ കൃഷ്ണൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളാണ് മഹാഭാരതത്തിലുടനീളം നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ പറയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ കർണൻ്റെ പാത്രസൃഷ്ടി മഹാഭാരതത്തിൽ എന്ത് ലക്ഷ്യം സാധിക്കാനാണ്? സൂതപുത്രനാണ്. കർണനെ നായകനാക്കി തന്നെ മലയാളത്തിൽ ഒന്നിലേറെ പി.ടി. നന്ദകുമാരൻ നേരത്തെ നോവൽ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പി.കെ. ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. കാരണം അദ്ദേഹം ജാതിയിൽ ശിവാജി സാവന്തിൻ്റെ പുസ്തകം ഉള്ളൂർ കർണഭൂഷണം എന്ന് പറഞ്ഞൊരു കർണഭൂഷണം തന്നെ ഉണ്ട് ഉള്ളൂരിൻ്റെ. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് വ്യാഖ്യാനം ചമയ്ക്കാവുന്ന വിധത്തിലും വേണമെങ്കിൽ ഓരോരുത്തർക്ക് അവരവരുടേതായ ജാതിവാദം ഉറപ്പിക്കാനും ഒക്കെ കർണൻ്റെ പാത്രസൃഷ്ടി മഹാഭാരതത്തിൽ സഹായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് കർണൻ? കർണൻ വ്യാസൻ്റെ കർണൻ. നമ്മളിപ്പോൾ ഈ മറ്റേ വ്യാസനെ ഉപജീവിച്ച് കഴിച്ച കൃതികളിലെ കർണനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യാസൻ്റെ കർണനിലേക്ക് പോകുമ്പോൾ കർണൻ വ്യാസഭാരതത്തിൽ ദുര്യോധനൻ്റെ വലങ്കൈ എന്ന് കൃത്യമായിട്ട് പറയാവുന്ന ഒരാൾ കർണനാണ്. എന്നുവെച്ചാൽ കർണൻ്റെ ബലത്തിലാണ് ദുര്യോധനൻ എല്ലാ അധർമ്മവും ചെയ്തത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശകുനി ഒരു ഉപദേഷ്ടാവ് മാത്രമാണ്. അതിൻ്റെ ദുരിതം അനുഭവിക്കാൻ ശകുനി ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഗാന്ധാരത്തിലിരിക്കുന്നതുകൊണ്ട് ഗാന്ധാരത്തിൽ ഭരിക്കേണ്ട രാജാവ് ഇവിടെ ഒന്ന് ഹസ്തനാപുരത്തിൽ ഇവിടെ കുതന്ത്രങ്ങൾ ഒപ്പിച്ച് ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ഉള്ള ഒരാളാണ്. കർണനും ഏകദേശം അങ്ങനെ തന്നെയാണ്. കർണൻ അംഗരാജാവായിട്ട് അഭിഷിക്തനാണ്. പക്ഷെ അംഗരാജ്യത്തിരിക്കാതെ ദുര്യോധനൻ്റെ കൂടെ തന്നെ കഴിയുന്ന ഒരാളുമാണ്. ചെറിയ പ്രായത്തിൽ അവർ തമ്മിൽ കൂട്ടുകെട്ട് ആയിരുന്നു, കർണനും ദുര്യോധനനും തമ്മിൽ. അതിന് പ്രത്യേകിച്ച് കാരണം പറയുന്നത് ദുര്യോധനനുമായിട്ട് കൂട്ടുകെട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് അർജുനനോട് പ്രത്യേകിച്ചും ഒരു വിദ്വേഷം വന്നു എന്നാണ് വ്യാസൻ വ്യക്തമായിട്ട് പറയുന്നത്. അല്ലാതെ എന്നെ ഉപേക്ഷിച്ച അമ്മയുടെ രണ്ടാം ഭർത്താവിലെ മക്കളാണ്, അങ്ങനെയൊന്നും കർണൻ ചിന്തിച്ചിട്ടല്ല. ദുര്യോധനൻ്റെ കൂടെ നടന്ന് പാണ്ഡവരോട് സാമാന്യമായിട്ടും വിശേഷിച്ച് അർജുനനോടും ഒരു വിദ്വേഷം വളർന്നു വന്നു. അതിന് കാരണം എന്നേക്കാൾ വലിയൊരു പോരാളിയായിട്ട് ഇവൻ വളരുമോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് അർജുനൻ അങ്ങനെ അർജുനനോട് അദ്ദേഹത്തിനൊരു വിദ്വേഷം ചെറിയ പ്രായത്തിൽ വന്നു എന്നും പിന്നീട് ദുര്യോധനൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ഭീമനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്ത് അവർ വലിയൊരു വിനോദ കേന്ദ്രമൊക്കെ ഉണ്ടാക്കി ഒരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കുട്ടികൾ കളിക്കാൻ പോയി. അവിടെ വെച്ച് ഭീമന് ഭക്ഷണത്തിൽ ഈ കാളകൂട വിഷം ചേർത്തിട്ട് ഊട്ടിയിട്ട് അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ്. കർണനൊക്കെ ചേർന്നാണ് വള്ളി കൊണ്ട് ബന്ധിച്ച് ഇദ്ദേഹത്തെ പുഴയിൽ ഒഴുക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ കർണനും ദുര്യോധനനും തമ്മിൽ ഈ പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു കൂടെ നിന്ന് പ്രവർത്തിച്ചാണ്. ദുര്യോധനെ സംബന്ധിച്ച് പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ബലവാന്മാരായ ആളുകളെ കൂട്ടുമ്പോൾ ദുര്യോധനൻ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് കർണൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കർണനെ പാണ്ഡവർക്കും ആയിരുന്നല്ലോ. അതെ. പക്ഷേ ഈ കർണൻ്റെ ആ വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു ദുര്യോധനനോട് വിധേയത്വം. ഈ വിധേയത്വം വാസ്തവത്തിൽ ക്ഷത്രിയന് ചേർന്ന വിധേയത്വം അല്ല, സേവകന് ചേർന്നതാണ്. അതുകൊണ്ടാണ് വ്യാസൻ പോലും സൂതപുത്രൻ എന്നാണ് പറയുന്നത്. സൂതൻ്റെ മകനായിട്ട് വ്യാസൻ, ഭീഷ്മർ, അതുപോലെ വിതുരർ, എല്ലാ ആളുകളും കർണൻ. നമ്മൾ വിചാരിക്കും കുറച്ചാളുകൾ മാത്രം അദ്ദേഹം സൂതപുത്രൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ് സാധാരണ ഈ വ്യാഖ്യാതാക്കളെ പറയുന്നത്. അത് അദ്ദേഹത്തിന് വലിയ താങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു. അദ്ദേഹത്തിന് അതിൽ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിൽ അഭിമാനിച്ചിരുന്നു. സൂതൻ എടുത്ത് വളർത്തിയ ആളാണ് എന്നതിൽ അദ്ദേഹവും അഭിമാനിച്ചിരുന്നു. അദ്ദേഹം യാഗം ചെയ്തിരുന്നു. സൂതന് ഉപനയനാദി കർമ്മങ്ങളുണ്ട്. ദ്വിജനായിട്ടാണ് സൂതനെ കണക്കാക്കുന്നത്. കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ജാതീയമായ അധിക്ഷേപം പൊതുവെ അങ്ങനെ വന്നിട്ടില്ല. അതായത് ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ദ്വിജനായിട്ട്, അതായത് ബ്രാഹ്മണനായിട്ട് തന്നെയാണ് സൂതനെ കരുതുന്നത്. ദ്വിജനും ബ്രാഹ്മണനും ചെറിയ വ്യത്യാസമുണ്ട്. ദ്വിജൻ എന്ന് വെച്ചാൽ ഈ രണ്ട് ജന്മ ഉപനയന സംസ്കാരമുള്ളവരൊക്കെ ദ്വിജന്മാരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, 3 വിഭാഗം ഊണലിടുന്നവർ. അതാണ് ദ്വിജൻ എന്ന് വാക്കുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഈ
ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയന് ഒരു കുട്ടി ഉണ്ടായാൽ അവരാണ് സൂതനാവുക. അതെ. അപ്പോൾ അത് എന്ന് വെച്ചാൽ വിലോമ വിവാഹം എന്ന് പറയുന്നത്, പ്രതിലോമം എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ ജോലി ഈ സാരഥിയായിരിക്കുക, കഥകൾ പറയുക, പിന്നെ രാജാവിൻ്റെ സ്തുതിഗാനങ്ങൾ എഴുതി പാടുക, ഇതൊക്കെയാണ് അവരുടെ കർമ്മമായിട്ട് പറയുന്നത്. അപ്പോൾ അവർക്ക് രാജകുടുംബത്തിൽ ഉന്നതമായൊരു സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കർണന് അഭിമാനമുണ്ട്. കർണൻ അതിൽ വളർന്നുകൊണ്ട് യജ്ഞാദികൾ ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം എല്ലാതരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജാതീയമായ അധിക്ഷേപം എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു അധിക്ഷേപം മഹാഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് എല്ലാവരും അദ്ദേഹം സൂതപുത്രൻ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന് പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് പിന്നെ പക്ഷേ ഈ പാണ്ഡവന്മാരോടുണ്ടായ ഈ അവനവൻ്റെ ശൗര്യം അതിനൊരു എതിരാളി എന്ന രീതിയിലാണ് അർജുനനെയും മറ്റും അദ്ദേഹം കണ്ടത്. അതിനെ ദുര്യോധന ഉപയോഗിച്ചു. ദുര്യോധന അദ്ദേഹത്തെ അംഗരാജാവായിട്ട് വാഴിച്ചു. ഒരു രാജാവും ഈ വലിച്ചു നീട്ടുന്ന ഈ രാജ്യം സ്വീകരിക്കില്ല. ക്ഷത്രിയനാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള ക്ഷാത്രവീര്യം ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം കാണിച്ചില്ല. അതൊന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം. അത് നീട്ടുന്ന രാജ്യം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു പിന്നെ ഇവരുടെ അഭ്യാസ പരീക്ഷയുണ്ടല്ലോ, ദ്രോണരുടെ നേതൃത്വം നടത്തുന്ന അഭ്യാസ പരീക്ഷയിൽ ഈ കൗരവ പാണ്ഡവ ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരവരുടെ കഴിവുകൾ അവിടെ പ്രദർശിപ്പിച്ചു നാട്ടുകാരുടെ മുന്നിൽ. അർജുനൻ അത് കുറച്ചധികം കേമമായിട്ട് കാണിച്ചു. അപ്പോഴാണ് കർണൻ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നിട്ട് ഈ വേദിയിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കുകയും നേരെ കയറി വന്നിട്ട് അദ്ദേഹം പിന്നെ അർജുനോട് പറയുകയാണ്, നീ കാണിച്ചതിനേക്കാൾ നന്നായിട്ട് ഞാനും അതൊക്കെ കാണിക്കാം എന്ന് പറയും. അപ്പോൾ അർജുനൻ അത് സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞ് ശരിക്കും ദ്രോണരാണ് അവിടെ അതിൻ്റെ ആ സഞ്ചാരം, അതിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവിടെ പറയുന്നത് കർണൻ കൃപരെയും ദ്രോണരെയും അനാദൃത്യ ആദരിക്കാതെ അങ്ങ് കയറുകയാണ്. കയറി വന്നിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആരും തടഞ്ഞില്ല. അത് തന്നെ അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ കാണിച്ചു. അർജുനൻ കാണിച്ചു അതേ വിദ്യകളൊക്കെ അദ്ദേഹം കാണിച്ചു. ആളുകൾ കരഘോഷം മുഴക്കി, എല്ലാവരും അഭിനന്ദിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, ദുര്യോധനൻ വന്നിട്ട് ഇദ്ദേഹത്തെ കൈ കൊടുത്ത് അങ്ങ് ചെയ്ത് ഗംഭീരമായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തരണം, അർജുനനോട് യുദ്ധം ചെയ്യാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അതിക്രമിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും ക്ഷത്രിയന്മാർക്ക് ഒരാൾ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചാൽ പിന്മാറാനും പറ്റില്ല. അർജുനൻ അത് സ്വീകരിച്ച സമയത്ത് രണ്ടുപേരും തമ്മിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിന്ന സമയത്ത് കൃപര് ദ്വന്ദ്വയുദ്ധ സമാചാര കുശല എന്നാണ് അവിടെ കൃപരെ പറഞ്ഞിരിക്കുന്നത്. ദ്വന്ദ്വയുദ്ധത്തിൻ്റെ നിയമങ്ങളെ, അതിൻ്റെ പ്രോട്ടോകോൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളായ കൃപര് പറഞ്ഞു, അർജുനൻ ഈ ഇന്ന ആളിൻ്റെ മകനാണ്, ഇന്ന ആളിൻ്റെ മകനാണ്, ഇന്ന വംശത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞ പേരും തൻ്റെ കുടുംബ പേരും അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് പരിചയപ്പെടണമെന്നാണ്. അങ്ങ് ഏത് കുലത്തെയാണ് അലങ്കരിക്കുന്നത് എന്ന് ചോദിച്ചു. അതാണ് ജാത്യധിക്ഷേപം പറഞ്ഞത്. കൃപര് പറഞ്ഞ ഈ വാക്യത്തിനെയാണ്. അപ്പോൾ കർണൻ തലകുനിച്ചു എന്ന് വെച്ചാൽ ഞാൻ ക്ഷത്രിയ കുലത്തിലല്ല ജനിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിനൊരു ചെറിയൊരു ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോഴാണ് ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ ആ അപമാനത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇദ്ദേഹത്തെ ശൗര്യം കൊണ്ടാണ് ഒരാൾ ക്ഷത്രിയനാകുന്നത്, ഇദ്ദേഹത്തിന് ശൗര്യമുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹം ക്ഷത്രിയനാണ്, ഞാൻ ഇദ്ദേഹത്തെ രാജാവാക്കുന്നു എന്ന് പറഞ്ഞ്, ഞാൻ ഇദ്ദേഹത്തെ അംഗരാജ്യത്തെ രാജാവാക്കി വാഴിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ വെച്ചാണ് അംഗരാജ്യ രാജാവായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നത്. അവിടെയാണ് കർണൻ ചെയ്തെന്താണ്, സാധാരണ അങ്ങനെ ചെയ്യാറില്ല എന്ന് വെച്ചാൽ അത് അവിടെ രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ ഇതേപോലൊരു സന്ദർഭം വരുന്നുണ്ട്. ഈ 14 വർഷം കഴിഞ്ഞ് രാമൻ രാജാവാകുമല്ലോ എന്നുള്ളൊരു വിഷയം വരുമ്പോൾ കൗസല്യ ദശരഥനോട് പറയുകയാണ്, അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കണ്ട, എൻ്റെ മോൻ അത്ര ചീപ്പല്ല, കാരണം ഭരതൻ വലിച്ചു നീട്ടുന്ന രാജ്യം ഒരു ക്ഷത്രിയൻ എന്ന രീതിയിൽ എൻ്റെ മകൻ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് പൗരുഷത്തിൻ്റെ ഒരു പ്രകടനമല്ല എന്നുള്ളത്. അത് അദ്ദേഹം സ്വീകരിച്ചിട്ട് പോരാടി നേടണം, അവനവൻ്റെ ബാഹുബലം കൊണ്ട് നേടാൻ പാടില്ല. ബ്രാഹ്മണന് ദാനം സ്വീകരിക്കാം, ക്ഷത്രിയന് ദാനം സ്വീകരിക്കില്ല. ആ കാര്യത്തിൽ കർണന് പറ്റിയൊരു പാളിച്ച. എന്നിട്ട് ആ രാജ്യം ആ ഭാഗത്ത് ആ മറ്റേ വശം ഒന്നുകൂടി വ്യക്തത പോകണം. കാരണം അവിടെ ആ കൃപര് ജാത്യധിക്ഷേപമാണോ നടത്തിയത്? അതെ അതെ, അവിടെ അദ്ദേഹം അധിക്ഷേപിച്ചു എന്ന് പറയാൻ അവിടെ, കാരണം അത് പ്രത്യക്ഷമായിട്ട് അത് അധിക്ഷേപിച്ചിട്ടില്ല.
അങ്ങയുടെ പേര്, അങ്ങയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, ആ കുലം, അത് പറയാന്നുള്ള സമാചാരം, അതായത് അതിൻ്റെ ഒരു മര്യാദയുണ്ടല്ലോ, ആ മര്യാദ പാലിക്കാനേ അവിടെ ഒരു ബയോഡാറ്റ പറയുന്നത് പോലെ. അപ്പം അവിടെ കർണൻ സ്വയം തലകുനിച്ചു എന്ന് പറയുന്നിടത്തും കർണന് അതിലൊരു ഒരു അപകർഷത ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ അവിടെ കരുതാവുന്നതാണ്. അപ്പോൾ ഈ അംഗരാജാവിട്ട് അഭിഷേകം ചെയ്തിട്ടാണ് ദുര്യോധനൻ അതിന് പകരം ചെയ്തത്. അപ്പോൾ ഈ അഭിഷേകം ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായ ഈ അധിരഥൻ വന്ന് ആലിംഗനം ചെയ്യുന്നു, എൻ്റെ സ്വന്തം മോൻ രാജാവായിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴാണ് ഭീമൻ പറയുന്നത്, എടാ സൂതപുത്ര, നിൻ്റെ കയ്യിൽ വില്ലും അമ്പുമല്ല ഇണങ്ങുക, ചമ്മട്ടിയും കടിഞ്ഞാണുമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറയാൻ പറ്റുന്നൊരു വാക്യം ഭീമൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷെ കർണന് ഭീമനോടല്ല ഈ പ്രതികാര ബുദ്ധി ഉണ്ടായത്, അർജുനനോട് തന്നെയാണ്. അതാണ് അപ്പോൾ കർണൻ്റെ വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നത്. കർണന് അർജുനനോട് ഒരു തീരാ പക പോലെ പെരുമാറുന്നു. ഭീമനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ട് അദ്ദേഹം കൊല്ലാതെ വിടുകയാണ് ചെയ്തത്. അത് വേറൊരു പ്രതിജ്ഞയുടെ ഭാഗമായിരുന്നു. അപ്പോൾ കർണൻ്റെ ഉള്ളിൽ ഈ ഒരു വിദ്വേഷം ഇങ്ങനെ പകഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ക്ഷത്രിയൻ എന്ന രീതിയിൽ അദ്ദേഹം ശൗര്യമൊക്കെ പ്രകടിപ്പിക്കും, യുദ്ധത്തിലൊക്കെ എടുത്തു ചാടി പോകും, പരാജയപ്പെടുമ്പോൾ ഒരു മടിയുമില്ലാതെ ഓടുകയും ചെയ്യും. യുദ്ധത്തിൽ തോറ്റോടിയ കാര്യത്തിൽ ദുര്യോധനേക്കാൾ കൂടുതൽ യുദ്ധത്തിൽ പലായനം ചെയ്തിട്ടുള്ളത് കർണനാണ്. അത് ഗീതയിൽ ഈ ക്ഷത്രിയ ലക്ഷണം പറയുന്നിടത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഈ ദാനം ഈശ്വര ഭാവശ്ച എന്നൊക്കെ പറഞ്ഞ ക്ഷത്രിയ ലക്ഷണത്തിൽ യുദ്ധേജാപ്യപലായനം, യുദ്ധത്തിൽ പലായനം ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ക്ഷത്രിയൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം അതിനെ പാലിച്ചിട്ടില്ല. പലപ്പോഴും ഒരു 3-4 തവണ യുദ്ധത്തിൽ അദ്ദേഹം ഓടിയ കഥ വ്യാസൻ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഓടിയ വഴിക്ക് പുല്ലുമുളക്കില്ല എന്നൊക്കെ പറയുന്നത് അതുപോലെ ഓടിയിട്ടുണ്ട്. ഘോഷയാത്രാ പർവ്വത്തിലൊക്കെ ഓടിയത് വികർണൻ്റെ തേരിൽ, അദ്ദേഹത്തിൻ്റെ തേര് നഷ്ടപ്പെട്ടപ്പോൾ വികർണനെ തള്ളി മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ തേരിൽ കയറിയാണ് ഇദ്ദേഹം ഹസ്തിനപുരിയിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു ക്ഷത്രിയൻ്റെ ആ ഒരു ക്ഷത്രിയ ധർമ്മത്തിൽ അദ്ദേഹം അത്രയധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. മറിച്ച് ഈ ഒരു വിധേയത്വം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിധേയത്വം അദ്ദേഹത്തിന് എല്ലാ കാലത്തും പുലർത്താൻ സാധിച്ചിട്ടുമില്ല. ദുര്യോധനെ പോലും അദ്ദേഹം ഒരു തരത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ കുന്തിക്ക് അദ്ദേഹം കൊടുക്കുന്ന വാക്കാണ്. ദുര്യോധനൻ കർണനെ മാത്രം വിശ്വസിച്ചിട്ട് യുദ്ധരംഗത്തേക്ക് വരികയും എന്നിട്ട് കർണൻ എന്ത് ചെയ്തു, പാണ്ഡവന്മാരിൽ 4 പേരെ ഞാൻ കൊല്ലില്ല, അർജുനനെ മാത്രമേ കൊല്ലുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞ കുന്തിയുടെ അടുത്ത് അദ്ദേഹം ചെയ്യുന്നു. ദുര്യോധനൻ അതിനെക്കുറിച്ച് അറിയുന്നില്ല. ദുര്യോധനോട് ചർച്ച ചെയ്തിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. അതൊരു വലിയ ചതിയാണ്. ചതി എന്ന് പറഞ്ഞാൽ അതായത് അവിടെ അദ്ദേഹം തൻ്റെ ഒരു ഹിതം എന്ന രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് ദുര്യോധനൻ തന്നെ വിശ്വസിച്ച് ദുര്യോധനോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് വേണം അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അദ്ദേഹം 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധത്തിൽ 10 ദിവസവും യുദ്ധം ചെയ്തില്ല, ലീവ് എടുത്തിട്ട് വീട്ടിലിരുന്നു. കാരണം എന്താ, ഭീഷ്മരോടുള്ള വ്യക്തി വിദ്വേഷമായിരുന്നു കാരണം. അതും ദുര്യോധനന് വലിയൊരു അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് വലിയൊരു കാരണം അതായിരുന്നു. താൻ വിശ്വസിച്ചാണ് ഭീഷ്മരെയും ദ്രോണരെയും അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. കർണനെ പൂർണ്ണ വിശ്വാസമായിരുന്നു, 110% വിശ്വാസമായിരുന്നു. പക്ഷെ ആ കർണൻ തൻ്റെ ഭീഷ്മരോടുള്ള വ്യക്തി വിദ്വേഷം കാരണം ഭീഷ്മർ വീഴാതെ ഞാൻ യുദ്ധരംഗത്ത് വരില്ല എന്ന് പറഞ്ഞ് 10 ദിവസം മാറി നിന്നതും കർണൻ്റെ ആ സൗഹൃദ ബന്ധത്തിലെ ഒരു ബ്ലാക്ക് മാർക്കാണ്. ഈ 2 കാര്യങ്ങൾ ദുര്യോധന അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത്, കുതികാൽ വെട്ടി വീഴ്ത്തുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്തു. പറഞ്ഞു വന്നത് വളരെ ദുർബലനായ കഥാപാത്രമാണ് കർണൻ. ശരിക്കും ഈ ക്യാരക്ടർ ഇല്ല എന്നൊക്കെ നമ്മൾ പറയും, സ്വഭാവദാർഢ്യവും കാണിച്ചില്ല. അങ്ങനെയാണ് കർണന്റെ പാത്രസൃഷ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.